ഒരു ഗംഭീര അഭിനന്ദനം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. വേറൊന്നുമല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ ആവുകയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അസംബ്ലിയിലോ ലോക്സഭയിലോ ഒന്നും മത്സരിക്കുന്നത് പോലെയല്ല. എല്ലാ കുടിക്കടവും പകർത്തി എല്ലാ അടിയാധാരവും പരിശോധിച്ചതിന് ശേഷം ഒരാൾ വോട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ജയിച്ചു വന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ. നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയം ചേർത്ത് അഭിനന്ദിക്കുന്നു. മറ്റൊന്ന്, ഇതിന് നേതൃത്വം കൊടുത്ത കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി. ടാർഗറ്റ് 500, 497. ഞാൻ വെറുതെ ഇപ്പോൾ കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കി. ഇസ്മായിൽക്ക ടെക്നിക്കലി 100% മുകളിലാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ എത്രയാണെന്ന് അറിയാൻ വേണ്ടി കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കി. 99.4% അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചിട്ട് 100% എന്നുള്ള ടാർഗറ്റ് വെച്ചിട്ട് 99.4 അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, പ്രിയപ്പെട്ട റസാഖ് മാഷയും ഇസ്മായിൽക്കയും സൂപ്പിക്കയും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവർ മാത്രമല്ല, ഇതിൻ്റെ കീഴിലുള്ള കുറേ ഘടകങ്ങളുണ്ട്. മണ്ഡലം കമ്മിറ്റികൾ, പഞ്ചായത്ത് കമ്മിറ്റികൾ, വാർഡ് കമ്മിറ്റികൾ, അവരെല്ലാം അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ സാധാരണക്കാരായ പ്രവർത്തകർ അവരെണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ വിജയമുണ്ടായത്. ഈ വിജയം നേടിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. മറ്റൊന്ന്, ലീഗിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ സ്ട്രൈക്ക് റേറ്റ് സാധാരണ ക്രിക്കറ്റിലാണ് പറയാറുള്ളത്. ക്രിക്കറ്റിൽ ഇന്ത്യൻ കളിക്കാരെ എടുത്ത് പരിശോധിച്ചാൽ 50 ഓവറിൽ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് വീരേന്ദ്ര സെവാഗനാണ്. 2020 അത് സൂര്യകുമാർ യാദവനാണ്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് സ്ട്രൈക്ക് റേറ്റിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനമാണ്. ഒരു കാലത്ത് നമ്മളെ കളിയാക്കിയിരുന്നു, കുറ്റിപ്പുറം പാലം കഴിഞ്ഞാൽ പിന്നെ ലീഗില്ല. കാസർഗോഡ് നമ്മുടെ അതിർത്തിയാണ്, മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരം പഞ്ചായത്ത് ഭരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. നമ്മുടെ തെക്കേ അതിർത്തി തിരുവനന്തപുരത്തെ പെരിങ്ങമല. ആ പെരിങ്ങമല പഞ്ചായത്തിൻ്റെയും ഭരണസാരഥ്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 1000 മെമ്പർമാരുടെ വർധനമാണ് നമുക്കുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചയായത് നമ്മുടെ പാരഡിയാണ്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കെട്ടുന്നതുമായി ബന്ധപ്പെട്ട പാരഡി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് പ്രത്യേകം പറയാം, മൊയ്തീൻ കോയ എഴുതി തന്നിരിക്കുകയാണ്. യൂത്ത് ലീഗിന് ഏറ്റവും വലിയ പരിഗണന കോഴിക്കോട് ജില്ലയിൽ കിട്ടിയിട്ടുണ്ട്. യുവാക്കൾക്ക് വലിയ പരിഗണന, അതിന് പ്രത്യേക നന്ദി. അല്ല അത് പോരെ, അതിന് പോരെ, അല്ല മതി, ഗംഭീരാണ്. ജില്ലാ മുസ്ലിം ലീഗിനും എല്ലാ ഘടകങ്ങൾക്കും പ്രത്യേക നന്ദി. കാരണം അതിലേറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന മൊയ്തീൻ കോയ ബേപ്പൂർ മണ്ഡലമാണ് അല്ലേ ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് പരിഗണന കൊടുത്തത്. ഞങ്ങൾ അതിൻ്റെ ഒരു കണക്കെടുത്ത് ബേപ്പൂർ മണ്ഡലത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അതിന് ഏറ്റവും കുറഞ്ഞ ആൾക്കാരെ ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ, ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയ ചർച്ചയായത് ഒരു പാരഡിയാണ്. ആ പാരഡി കഴിഞ്ഞപ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പിണറായി സർക്കാർ ഒരു വലിയ കോമഡിയായി മാറി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിണറായി സർക്കാർ ഒരു വലിയ ട്രാജഡിയായി മാറുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. ഞാൻ രാഷ്ട്രീയ പ്രസംഗമൊന്നും നടത്തുന്നില്ല. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കെട്ടതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത്. ഇന്നലെ ഇന്നൊക്കെ നമ്മൾ കാണുന്ന വാർത്ത അണ്ടർവെയർ അടക്കം അടിച്ചുകൊണ്ട് പോയൊരു മന്ത്രിയെക്കുറിച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മന്ത്രിസഭയിലല്ലേ ഇങ്ങനെയുള്ളൊരു മന്ത്രിസഭയെ താഴെ ഇറക്കാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സാദിഖലി തങ്ങൾ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് നടത്തി. ഞാൻ 2 കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മളിപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരായി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി, പ്രസിഡന്റുമാരായി, നമുക്ക് വലിയ അധികാരങ്ങളാണ്. നമ്മൾ ഡയസിലേക്ക് കയറിയിരിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, നമ്മളെല്ലാവരും സാറേ സാറേ എന്ന് വിളിക്കും, നമുക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട്, നമ്മൾ ഡയസിലാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. ഞാൻ ഉപദേശിക്കാനും അങ്ങനെ
ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ജനപ്രതിനിധി പോലും ആകാത്ത ഒരാളാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയാണ്, ഡയസിലിരിക്കുമ്പോൾ എപ്പോഴും ഓർമ്മ ഉണ്ടാവണം, ഇതെല്ലാ കാലത്തും ഇവിടെ ഇരിക്കില്ല, താഴെ ഇരിക്കേണ്ടവരാണ്. ആ ഓർമ്മയുണ്ടാകുമ്പോൾ ഒരിക്കൽ പോലും നമുക്ക് അഹങ്കാരമോ അഹന്തയോ ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ലീഗിൻ്റെ ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് പറയും എനിക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ പറയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ലീഗാണ് ഒന്നാമത്. അപ്പം ബോർഡ് മീറ്റിങ്ങും സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗും ഒന്നും വേണ്ടേ? അത് വേണം. പക്ഷേ ലീഗിൻ്റെ മീറ്റിങ്ങിനനുസരിച്ച്, പാർട്ടിയുടെ മീറ്റിങ്ങിനനുസരിച്ച് അതിനെ ക്രമീകരിക്കാൻ, അല്ലാതെ അതിനനുസരിച്ച് പാർട്ടി യോഗങ്ങൾ ക്രമീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് കക്ഷി രാഷ്ട്രീയമാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ പോലും വിപ്പ് കൊടുക്കുന്നത്. ആ വിപ്പ് ലംഘിച്ചാൽ ഒരാൾ അയോഗ്യനാകുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ആ രാഷ്ട്രീയത്തിനനുസരിച്ച് ബോർഡ് മീറ്റിങ്ങും സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങും ഒക്കെ ക്രമീകരിക്കാനും പാർട്ടിയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയും ഒന്നും വിസ്മരിച്ചുകൊണ്ട്, ജനങ്ങളെ മറന്നുകൊണ്ട് ഒരു പ്രവർത്തനം ഒരു മുസ്ലിം ലീഗുകാരന് ഭൂഷണമല്ല എന്നതാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ആ വാക്കുകൾക്ക് അടിവരയിട്ടുകൊണ്ട് അടുത്ത 5 വർഷം കേരളത്തിലെ ഏറ്റവും മികച്ച ജനപ്രതിനിധികളായി നമ്മുടെ പാർട്ടിയുടെ മെമ്പർമാർ മാറട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.